എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഒരു വെറൈറ്റി വീഡിയോ ഉണ്ടാ. നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറച്ച് നടന്മാരുടെ വീടുകളിലേക്കാണ് നമ്മൾ പോണ. ഇരിങ്ങാലക്കുടലാണ്. അപ്പോൾ ഈ ചേട്ടനോട് നമുക്ക് ചോദിക്കുന്നു, ചേട്ടാ ഇന്നസെൻ്റ് ചേട്ടൻ്റെ വീട് എവിടെയാണ്? അപ്പൊ ആ കാണുന്ന വഴിന്ന് ലെഫ്റ്റിലേക്ക് പോയിച്ചാലേ ലെഫ്റ്റിലേക്ക് അധികം പോണോ? അത്രേ ഉള്ളൂ. അവൻ നമ്മുടെ ടൊവിനോ തോമസിന്റെ വീടാ. ടൊവിനോ തോമസിന്റെ വീടാ. അവന്റെ വീട് എനിക്കറിയില്ല. പരിചയമുള്ള ആളാണ്. അവനായിട്ട് പരിചയമില്ല, അവന്റെ അപ്പനൊക്കെ ആയിട്ട് പരിചയമുള്ളതാണ്. ടൊവിനോ തോമസിന്റെ അപ്പനൊക്കെ ആയിട്ട് പരിചയം. അപ്പൊ ചേട്ടൻ്റെ വീട് അടുത്ത് തന്നെയാണോ? ഈസ്റ്റ് കോമ്പാറയിലാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങൾ ചെന്ന് നോക്കട്ടെ എന്നാലേ. ഓക്കെ ശരി, കണ്ടിട്ട് സന്തോഷം. ഓക്കെ. ശരിക്കും നമ്മൾ ഇന്നസെൻ്റ് ചേട്ടൻ്റെ വീടിൻ്റെ വഴി കവർ ചെയ്താണ് ഇപ്പോഴും വന്നത് കേട്ടോ. ഞാനിപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വന്നത്. കൊടുങ്ങല്ലൂരേക്ക് വരുമ്പോൾ ഇരിങ്ങാലക്കുട എത്തുന്നതിന് മുമ്പായിട്ടുള്ള ചന്തക്കുന്ന് എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് റൈറ്റ് കയറിയാണ് വരേണ്ടത്. ഞാൻ അതും കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ജംഗ്ഷനിൽ കൂടെയായി പോയത് വന്നത്. എന്നാലും കുഴപ്പമില്ല, ജസ്റ്റ് കുറച്ച് നീങ്ങിയുള്ളൂ. ഇപ്പോൾ അതെ ഈ ചേട്ടൻ പറഞ്ഞത് നേരെ കാണുന്ന ഫ്ലാറ്റ് കണ്ട, ആ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കയറുന്നതാണ്. നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ ചോദിച്ചൊക്കെ പോവാം. മിക്കവാറും അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുള്ളൂ. പുള്ളി പറഞ്ഞത് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നീങ്ങിയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ചന്തക്കുന്ന് കയറി ചേട്ടാ. പാലാട്ടി എന്ന് പറയുന്ന ഫ്ലാറ്റിൻ്റെ പേരൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്ത് നിന്ന് നേരെ ലെഫ്റ്റിലേക്ക്, അതായത് ഇപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് തന്നെയാണെങ്കിൽ ഇരിങ്ങാലക്കുട എത്തുന്നതിന് മുമ്പായിട്ട് ചന്തക്കുന്നിൻ്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് പോകണം. കിഴക്കോട്ടുള്ള റോഡാണ്. അപ്പോൾ ഈ റോഡ് നേരെ ചെന്നാൽ ഈ ഇപ്പം ഞാൻ കാണിച്ച ഫ്ലാറ്റൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കയറുമ്പോൾ റൈറ്റ് സൈഡിലാണ് വീട്. അവിടെ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കപ്പേളുണ്ട്. കപ്പേളുടെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മാർക്കറ്റിൻ്റെ അവിടെയൊക്കെ എത്തും. ഇരിങ്ങാലക്കുട മാർക്കറ്റിൻ്റെ അവിടെ ഈ കാണുന്നതാണ് വീട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്ന് ഇറങ്ങി നോക്കിയാലോ ഇന്നസെൻ്റ് ചേട്ടൻ ഉണ്ടാകുന്ന നോക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ ഇന്നസെൻ്റ് ചേട്ടൻ്റെ വീടിൻ്റെ മുമ്പിലെത്തിയിട്ടാ. നമുക്കൊന്ന് ചെന്ന് നോക്കാം. ഗേറ്റൊക്കെ തുറന്നു കിടക്കുന്നു. ഇപ്പോൾ ഏത് സമയത്ത് ചെന്നാലും ഇന്നസെൻ്റ് ചേട്ടൻ്റെ വീട് ഇവിടെ ഗേറ്റൊക്കെ ഓപ്പൺ ആയി കിടക്കുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ ആർക്ക് വേണമെങ്കിലും ചെല്ലാൻ, വേറെ കുഴപ്പമൊന്നുമില്ലതേ. ഗേറ്റിന് ഫ്രണ്ടിൽ ഇന്നസെൻ്റ് എന്ന് പേരൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല ടൈലൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുള്ള വീടാണ് കേട്ടോ. സെറ്റപ്പ് വീടാണ് ഇത്. എത്ര കൊല്ലം മുമ്പ് പണിത വീടാണെന്ന് ആലോചിക്കണം കേട്ടോ. അന്നത്തെ ടോപ്പ് വീടായിരിക്കുമല്ലോ ഇവിടുത്തെ. അപ്പോൾ ഇന്നസെൻ്റ് വീടാണ്ട്. നമ്മളിവിടെ കയറിയിട്ടുണ്ടായി. പുള്ളിയുടെ മോൻ പറഞ്ഞ് പുള്ളി ഇവിടെ ഇപ്പോൾ സുഖമില്ലാതിരിക്കണേ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കാണാൻ പറ്റാത്തതെന്നാണ് പറഞ്ഞത്. പുള്ളിയുടെ വണ്ടിയാണത്. KL 42J 82 പിന്നെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്. KL 64C 293 ഇരിപ്പുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്നസെൻ്റ് ചേട്ടൻ്റെ വീടാണ് ഈ കാണുന്നത്. കാണിച്ചു തരാം. പിന്നെ ബെൻസ് കിടപ്പുണ്ട്. ബെൻസ് ഇതാണ് കാണിച്ചു തരാം. KL 64 54,500. ഇതാണ് ഇന്നസെൻ്റ് ചേട്ടൻ്റെ വീട്. അപ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്ന് വരെ വന്നപ്പം ജസ്റ്റ് കാണാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ പുള്ളി സുഖമില്ലാതിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റാതിരുന്നത് കേട്ടോ. നമ്മൾ ഈ സമയത്ത് വന്നാലും ഇവിടെ തുറന്നിട്ടേക്കണേ ഇരിക്കുള്ളൂ. ആർക്ക് വേണമെങ്കിലും വരാൻ, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നോട് നല്ല രീതിയിൽ തന്നെയാണ് ഒരു പെരുമാറിയത്. ഇതാണ് ഇന്നസെൻ്റ് ചേട്ടൻ്റെ വീട്. അപ്പോൾ നമുക്ക് അടുത്തത് ഈ ടൊവിനോൻ്റെ വീട് എവിടെയാണെന്ന് നോക്കാം. ഇവിടെ അടുത്തെവിടെയാണ് അറിയില്ല, വഴി അറിയില്ല, നമുക്ക് നോക്കാം. അങ്ങനെ ടൊവിനോൻ്റെ വീട് ഇവിടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഞാനങ്ങനെ മാർക്കറ്റിനുള്ളിൽ ചെന്ന് കുറച്ച് ഓട്ടോറിക്ഷക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് നമ്മുടെ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പോണ വൺ വേ റൂട്ടുണ്ട്, അവിടെ നിന്നാണ് പോകേണ്ടതെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ തിരിച്ച് നേരെ ചന്തക്കുന്നിൻ്റെ അങ്ങോട്ട് പോകണം. മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ കയറിയത്. അപ്പോൾ ചന്തക്കുന്ന് കഴിഞ്ഞിട്ട് പിന്നത്തെ ഒരു ജംഗ്ഷൻ ഉണ്ട്. അതായത് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു ബോർഡ് കാണാം, ഈ 3 വീടിലേക്ക് പോകുന്നൊരു ബോർഡ്. ആ വഴിക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഈ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർക്കുള്ള വഴിയും റൈറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർക്കുള്ള വഴിയാണ്. ഇപ്പോൾ ബസ്സുകളൊക്കെ പോകുന്നത് നേരെ ഈ കാണുന്ന വഴിയിലേക്കാണ് ബസ്സുകൾ പോണത്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡിലേക്കുള്ള ഈ വഴിക്ക് പോകാം. നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ 3 വീടിയെ ചെന്ന് കയറും കേട്ടോ. അങ്ങോട്ടൊന്നും പോകണ്ട. കുറച്ച് പോകുമ്പോൾ തന്നെ റൈറ്റിലേക്ക് ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിക്കാം. ഒന്ന് കുറച്ചും കൂടി പോട്ടെ. 3 വീടിക എടതിരിഞ്ഞി റോഡ് കറക്റ്റാണ്. ഈ വഴിയാണ്.
ചെറു മനുഷ്യ കാണില്ല. ഈ വഴി തന്നെ ഇരിക്കുന്നു കാണാം. ജസ്റ്റ് ഒന്ന് നമുക്ക് തിരിച്ച് നോക്കില്ല. ഒരു ചേട്ടമ്മൻ്റെ ഇടാ പുള്ളോളം ജസ്റ്റ് ചോദിക്കാം, അതായിരിക്കും നല്ലത്. ചേട്ടാ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി ഇതാണോ? ടോവിനോൻ്റെ വീട്ടിലേക്ക്, ടോവിനോൻ്റെ വീട്ടിലേക്കാ? ആ ബസ് സ്റ്റാൻഡിലേക്കുള്ള വൺ വേ വന്ന ഇതാണോ അല്ലെങ്കിൽ അപ്പുറത്തെ വഴിയാണോ? ആ വഴിയായിരുന്നല്ലേ. ആ ശരി. അപ്പോൾ നമ്മൾ ആദ്യം തിരിഞ്ഞ വഴിയിലട്ടാ, അത് നമുക്ക് ചെറിയ പണി കിട്ടി. ആ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ആ വഴിയായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ റൈറ്റ് കയറി പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതിലേ വന്നിട്ട് ഇതാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. നോക്കട്ടെ. ആ ഇത് തന്നെ ഇല്ലിക്കൽ ഹൗസ് എന്നാണ് വീട്ടുപേര്. ഇല്ലിക്കൽ ഹൗസ് എന്നാണ്. ഫാദറിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫാദറിൻ്റെ പേര് പുള്ളി അഡ്വക്കേറ്റാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ വണ്ടി ഒതുക്കിയിട്ട് ചെല്ലാം. അപ്പോൾ ഇവിടെ ഉണ്ടോ ടോവിനോൻ്റെ വീട്. ഇതാണ് ടി തോമസ് MCO LLB എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ നടത്തിയത്. അടിപൊളി മതിലാണ്. 10 അടി ഹൈറ്റാണ് മതിൽ. അങ്ങനെ നമ്മൾ ടോവിനോൻ്റെ വീട്ടിലെത്തി. പക്ഷേ നമുക്ക് ഭാഗ്യമില്ല കേട്ടോ. ടോവിനോ ഇവിടെ ഇല്ല. ടോവിനോ എറണാകുളത്താണെന്ന് പറഞ്ഞത്. ടോവിനോൻ്റെ വണ്ടിയൊക്കെ കിടപ്പുണ്ടാ. KL45 Q7 എന്ന് പറഞ്ഞുള്ള വണ്ടിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ മിക്കവരോട് ചോദിച്ചപ്പോൾ ഈ ഗേറ്റ് സാധാരണ തുറക്കാറേ ഇല്ല, ഒട്ടും തുറക്കാറില്ലെന്ന് പറയണം. നമ്മുടെ ഭാഗ്യത്തിന് അകത്ത് കയറാൻ പറ്റും. അകത്ത് കയറി ഞാൻ കൂളിമ്പല്ലൊക്കെ അടിച്ച് അപ്പനാണ് ഇറങ്ങി വന്നത്. അപ്പനോട് ചോദിച്ചത് പറഞ്ഞ് പുള്ളി ഇവിടെ ഇല്ല, എറണാകുളത്താണ് എന്ന് പറഞ്ഞ്. ആ സമയത്ത് ഇന്നസെൻ്റ് ഏട്ടൻ്റെ വീടെന്ന് വെച്ചാൽ ഏത് സമയം തുറന്നിട്ടുണ്ടാവും, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോണതിന് മാളയിലേക്കാണ്. അപ്പോൾ നമ്മുടെ ജോജുവിൻ്റെ വീടാണ് ആ കാണുന്നത് കേട്ടോ. ഈ പാടത്തിൻ്റെ അപ്പുറത്താണ്. പക്ഷേ ഇത് നേരെ പോകാൻ പറ്റില്ല, ഇന്ന് പാടമായിരുന്നു. അപ്പോൾ ഇന്ന് കറങ്ങിയൊക്കെ പോകണം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പല സ്ഥലത്തും വഴിയൊക്കെ ചോദിച്ചു. നമ്മൾ മാളയിൽ വന്നിട്ട് മാളയിൽ നിന്ന് മാള ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് കിഴക്കോട്ട് കയറിയിട്ട് പിന്നെ കുറച്ച് വഴിയൊക്കെ ഇറങ്ങിത്തിരി ഞാൻ ഇവിടെ വന്നേക്കണത്. ഇനിയിപ്പോൾ ഒന്ന് കറങ്ങി നോക്കാം നമുക്ക് വഴിയൊക്കെ. അപ്പോൾ ഈ ലെഫ്റ്റാണ്, അതായത് സെൻറ്റ് ജോസഫ് ചർച്ച് കാക്കുളിശ്ശേരി എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതിൽ നേരെ നമുക്കൊന്ന് ചെന്ന് നോക്കാം. ഇവിടെ തന്നെ കാണാൻ നോക്കാം. കുഴപ്പമില്ല, നല്ല വഴിയൊക്കെയാണ്. വീതി കുറവാണെന്നുള്ളു. നല്ല ഗ്രാമാന്തരീക്ഷമൊക്കെ ഉണ്ട്. അടിപൊളി സ്ഥലമാണ്. ചേച്ചിനോട് ചോദിക്കായിരുന്നല്ലോ, ആൾക്കാരുണ്ട് അവിടെ. പള്ളിയിലെടുത്തുനിന്ന് ലെഫ്റ്റ് എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. സെൻറ്റ് ജോസഫ് ചർച്ച് കാക്കുളിശ്ശേരിയാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് പോകേണ്ടത്. സെക്കൻഡ്. ജോജുവിൻ്റെ വീട് എവിടെയാണ്? നേരെ താഴത്തേക്കല്ലേ ജോജുവിൻ്റെ. ഇവിടെ നിന്ന് നേരെ താഴേക്കുന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകത ഉണ്ട്. ലെഫ്റ്റ് റൈറ്റ് ഒന്നും പറയൂല, നേരെ പൊക്കത്തേക്ക് നേരെ താഴത്തേക്ക് എന്നൊക്കെ പറയുള്ളൂ. ആ ശരിയാണ്, നല്ല താഴത്തേക്ക് തന്നെയാണ്. നമ്മൊരു മലയുടെ മുകളിൽ താഴേക്ക് ഇറങ്ങണോട്ടാണ്. നല്ല കുത്തനെ കിടക്കുന്നത്. അടിപൊളി വഴിയാണ്. ഓ ഇനി ഈ വഴിയൊക്കെ തന്നെ ഇങ്ങോട്ട് മുകളിലേക്ക് കയറിയാണല്ലോ. സംഭവം പാടത്താണ്ട് വീടിരിക്കണത്. ആ അതേ കാണണമെന്ന് നമുക്കിവിടെ വണ്ടി ഇട്ടിട്ട് അങ്ങോട്ട് നോക്കിയാലോ. ഇപ്പം വീടാണല്ലോ. കുറച്ചൊക്കെ നോക്കി ഇവിടെ നിൽക്കിട്ടിട്ട് കിടക്കണോ അല്ലെങ്കിൽ ഇതാണ് ഇപ്പം നമ്മുടെ ജോജുവിൻ്റെ വീട് കേട്ടോ.
പാടത്താണ്. ഞാനിപ്പോൾ അവിടെ നിന്ന് പറഞ്ഞില്ല, അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞില്ല. ഇതാണ് സംഭവം. ഇതിൽ പുറകിലായിട്ട് കണ്ട ഒരു വീടിൻ്റെ അത്രയും വലുപ്പത്തിലാണ് കാർ ഷെഡൊക്കെ പണിതേക്കണത്. ഇവിടെ നിന്നുണ്ടോ, ഇവിടെ നിന്ന് ലെഫ്റ്റ് കയറിയ മെയിൻ ഫ്രണ്ടിലേക്കുള്ള വഴി ഇതാണ്. ചെറിയ വഴിയാണ്. അപ്പോൾ ഇതാണ് ജോജുവിൻ്റെ വീട്. എൻ്റെ പുറകിൽ കാണാം കേട്ടോ. ഈ കാണുകയാണ് വീട്. പക്ഷെ പുള്ളി ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. പുള്ളി എറണാകുളത്താണെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ ചോദിച്ച്, അപ്പോൾ എറണാകുളത്താണ്. ഇതിൻ്റെ പുറകിൽ കണ്ടത് വണ്ടികൾ കിടക്കണം. നോക്കി മിനി കൂപ്പറൊക്കെ കിടക്കണ്ട. KL 5P ആണോ? 2333 ഇതാണ് സംഭവം. ഇപ്പോൾ നമ്മൾ കാണിച്ചേക്കുന്നത് 3 വീടുകളാണ്. അതായത് ഇന്നസെൻറ്റിൻ്റെ വീട് കാണിച്ചു, പിന്നെ ടൊവിനോൻ്റെ വീട് കാണിച്ചു, പിന്നെ ജോജുവിൻ്റെ വീട് കാണിച്ചു. ഇപ്പോൾ 3 സ്ഥലത്ത് ചെന്നിട്ട് നമുക്ക് ആരെയും കാണാനൊന്നും പറ്റിയില്ല. വീടുകൾ മാത്രമേ നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ. ജോജുവിൻ്റെ വീട്ടിലിരിക്കണമെന്ന് വെച്ചാൽ ഒരു ഗ്രാമപ്രദേശത്താണ്. അതായത് ഒരു ശരിക്കും പറഞ്ഞൊരു പാടത്തിൻ്റെയൊക്കെ നടുക്കിരിക്കുന്ന കൂട്ടാണ് വീട്. മറ്റേ 2 വീടും ഇപ്പോൾ ടൗണിൽ തന്നെയാണ്. ഇന്നസെൻറ്റിൻ്റെ വീടായാലും ടൊവിനോൻ്റെ വീടായാലും ടൗണിൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ ബൈ.